നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സൂഖുൽ അഷറ പത്തങ്ങാടി എന്ന പുത്തനങ്ങാടി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് പ്രൗഢിയിലും പ്രതാപത്തിലും സുന്ദരമായി തല ഉയർത്തി നിൽക്കുന്ന പള്ളികളും ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരും ഒരു നാടിൻ്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിനും ആത്മാഭിമാനത്തിനും വേണ്ടി ജീവൻ വെടിഞ്ഞ ധീര ശുഹദാക്കളുടെ മഖാമുമാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത്. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 364-ാമത്തെ എപ്പിസോഡ്. ഇത് പുത്തനങ്ങാടി ശുഹദാ മഖാം. പോക്കർ മൂപ്പർ എന്ന ധീരനായ നേതാവിൻ്റെ കൂടെ നിന്ന് പോരാട്ടങ്ങൾ തീർത്ത ചരിത്രഭൂമിക. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്ററും വളാഞ്ചേരിയിൽ നിന്ന് 19 കിലോമീറ്ററും സഞ്ചരിച്ചാൽ പുത്തനങ്ങാടിയിൽ എത്തിച്ചേരാം. അറിയപ്പെട്ടതും അല്ലാത്തവരുമായ ഒട്ടനവധി മഹാന്മാർ അന്തിയുറങ്ങുന്ന ഈ മണ്ണ് ജാതിമത ഭേദമന്യേ നിരവധി ആളുകളുടെ ആത്മീയ തീർത്ഥാടന കേന്ദ്രമാണ്. അങ്ങനെ ശുഹദാ മഖാമിൻ്റെ മനോഹരമായ ഗേറ്റ് കടന്ന് മഹാന്മാരും ശുഹദാക്കളും അന്തിയുറങ്ങുന്ന പുണ്യഭൂമിയിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം. പുരാതനമായ പുത്തനങ്ങാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാൻ അടങ്ങുന്ന ഈയൊരു ഭാഗം, ഇവിടെയാണ് ശുഹദാക്കളുടെയും മഹാന്മാരുടെയും മക്ബറയുള്ളത്. പൊന്നാനിയിൽ നിന്ന് വന്ന് താമസമാക്കിയ 10 കുടുംബങ്ങൾ, അവരിലൂടെയാണ് പത്തങ്ങാടി എന്നും പിന്നീടത് പുത്തനങ്ങാടി എന്നുമായത്. കർഷകരായ അവർക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി നിർമ്മിച്ചു. അങ്ങനെ വർഷങ്ങൾ പിന്നിട്ടു. മുസ്ലിമീങ്ങൾ വർദ്ധിച്ചു. അന്നത്തെ ഖാളിയായ ഉസ്മാൻ ഖാളിയുടെ നേതൃത്വത്തിൽ പള്ളി വിപുലീകരണത്തിനായി അന്നത്തെ നാടുവാഴിയായ രാജാവിൻ്റെ സമ്മതത്തിനായി അവർ രാജാവിൻ്റെ അരികിലെത്തി. രാജാവിൻ്റെ മകളുടെ മാറാരോഗം മാറ്റിയത് ഉസ്മാൻ ഖാളിയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നു അവർ രാജാവിനെ സമീപിച്ചത്. എന്നാൽ രാജാവ് സഹായിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, നിലവിലെ പള്ളി പൊളിച്ച് അവിടെ എള്ള് വിതക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇത് കേട്ട നാട്ടിലെ പ്രധാനി ചെമ്പൻ പോക്കർ മൂപ്പർ എന്നവർ, അങ്ങനെ ചെയ്താൽ എള്ള് കൊയ്തെടുക്കും മുമ്പ് അവൻ്റെ തല ഞാൻ എടുക്കുമെന്നും ഒരു പള്ളിക്ക് പകരം 2 പള്ളി നിർമ്മിക്കുമെന്നും പ്രഖ്യാപിച്ചു. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഒരു ദിവസം സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെത്തിയവർ കണ്ടത് കൊലപ്പെടുത്തിയ രീതിയിൽ ചേതനയേറ്റ് കിടക്കുന്ന ഖാളിയെയായിരുന്നു. ഇതോടെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തു. തുടർന്ന് നാട്ടുവാഴിയുടെ സൈന്യവും മുസ്ലിമീങ്ങളും ഏറ്റുമുട്ടി. പള്ളിക്ക് തീയിട്ടു. ഏറ്റുമുട്ടലിൽ നിരവധി മുസ്ലിമീങ്ങൾ ഷഹീദായി. അവരിൽ 14 പേരുടെ ജനാസ ഇവിടെയാണ് മറവ് ചെയ്തത്. ഇതാണ് ആ 14 പേരുടെ മഖാം. ഇതാണ് ഉസ്മാൻ ഖാളി എന്ന ആദ്യമായി ശത്രുക്കളുടെ വാളിനിരയായ ആദ്യ ഷഹീദിൻ്റെ മക്ബറ. ശുഹദാക്കളിലെ 14 പേരെ തൊട്ടടുത്ത ദിവസം തന്നെ മറവ് ചെയ്യാനായെങ്കിലും ബാക്കിയുള്ള 7 പേരെ കണ്ടെത്താനായില്ല. പലയിടത്തും തിരച്ചിൽ നടത്തി. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഒരു വലിയ മഹാന് സ്വപ്നം കാണിച്ചു. പുറത്ത് എവിടെയും തിരയണ്ട, ഞങ്ങൾ തൊട്ടടുത്ത് കിണറ്റിൽ തന്നെയുണ്ട്. പള്ളിക്ക് തൊട്ടടുത്തുള്ള ഈ കിണറ്റിൽ നിന്നാണ് അവരുടെ ജനാസ പുറത്തെടുത്തത്. എന്നാൽ മാസങ്ങളോളം വെള്ളത്തിൽ കിടന്നിട്ടും ആ ശരീരങ്ങൾക്ക് ഒരു കേടുപാട് പോലും സംഭവിച്ചിരുന്നില്ല. പുതിയ ചോര ഒലിക്കുന്നതാണ് കണ്ടത്. ചുറ്റിനും സുഗന്ധം അടിച്ചു വീശിയിരുന്നു. ശുഹദാക്കൾ മരിച്ചവരല്ല, അവർ എന്നും ജീവിച്ചിരിക്കുന്നവരാണ് എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവായിരുന്നു പുത്തനങ്ങാടി ശുഹദാക്കൾ. അങ്ങനെ അവരെ ഈ കിണറ്റിന് തൊട്ടടുത്ത് തന്നെയായി പള്ളിക്ക് തൊട്ടു മുമ്പിലായി തന്നെ മറവ് ചെയ്തു. അള്ളാഹു ഈ ശുഹദാക്കന്മാർ എല്ലാവരുടെയും ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇനി നമുക്ക് ഈ കാണുന്ന ഇവിടുത്തെ ഈ പഴയ പള്ളിയുടെ ഉള്ളിലെ കാഴ്ചകളൊന്ന് കാണാം. അങ്ങനെ യുദ്ധമെല്ലാം അവസാനിച്ചു. മുസ്ലിം പക്ഷത്തിൽ നിന്ന് നിരവധി പേർ ഷഹീദായി. എങ്കിലും പോക്കർ മൂപ്പർ തൻ്റെ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറായില്ല. തൻ്റെ പ്രഖ്യാപനവുമായി മുന്നോട്ട് പോയി. 40 ദിവസത്തെ തന്ത്രത്തിലൂടെ നാടുവാഴിയുടെ തലയെടുത്തു കൊണ്ടുവന്നു. പള്ളിയോട് അടുത്തുള്ള ഒരു സ്ഥലത്ത് ആ തല നാട്ടി ഒരു കല്ല് അതിന് മുകളിൽ വെച്ചു. ആ കല്ലാണ് ഈ കാണുന്നത്. ഇത് ദിവസം തോറും വലുതായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇവിടുത്തുകാർ പറയപ്പെടുന്നു.
പോക്കർ മൂപ്പരുടെ മറ്റൊരു പ്രഖ്യാപനമായിരുന്നു ഒരു പള്ളിക്ക് പകരം 2 പള്ളി നിർമ്മിക്കുക എന്നുള്ളത്. അങ്ങനെ ആദ്യമായിട്ട് 1ാമത്തെ പള്ളി നിർമ്മിച്ചു, പഴയ പള്ളിയുടെ അതേ സ്ഥാനത്ത്. ആ പള്ളിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ കൊത്തുപണികളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു പള്ളി. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ പുത്തൻ പള്ളി എന്ന പേരിൽ ഇന്നറിയപ്പെടുന്ന മറ്റൊരു പള്ളി കൂടി ബഹുമാനപ്പെട്ട ചെമ്പൻ പോക്കർ മൂപ്പർ റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ നിർമ്മിച്ചു. ആ പള്ളിയുടെ മുൻവശത്തായി ബഹുമാനപ്പെട്ടവർ അന്തിയുറങ്ങുന്നു. അവരുടെ സഹോദരിയും ഉമ്മയുമടക്കം നിരവധി മഹത്തുക്കൾ തൊട്ടരികിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട മക്കാമാണ് കാലില്ലാത്ത ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവിടുത്തെ പഴയകാല ഖാദിമാരിൽ ഒരാളായിരുന്ന ഖാദി അബ്ദുള്ള മുസ്ലിയാർ എന്നിവരുടെ മക്ബറ. മഹാനായ മമ്പുറം തങ്ങളുടെ ഉസ്താദും ടിപ്പു സുൽത്താൻ്റെ ഖാദിയും ശ്രീരംഗപട്ടണത്തെ അയല മസ്ജിദിലെ ഇമാമുമായൊക്കെ ഒരുപാട് കാലം 10 വർഷത്തോളം സേവനമനുഷ്ഠിച്ച മഹാനാണ് ഖാദി അബ്ദുള്ള മുസ്ലിയാർ എന്ന കാലില്ലാത്ത ഉപ്പാപ്പ. ഇവിടുത്തെ മറ്റു പ്രധാനപ്പെട്ട ചില മക്കാമുകളിൽപ്പെട്ടതാണ് ഈ കാണുന്ന മമ്പുറം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സാദാത്യങ്ങളുടെ മക്ബറ. അങ്ങനെ തുടങ്ങി ഒട്ടനേകം മഹാന്മാർ ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതിൽ മറ്റൊരു പ്രധാനിയാണ് വലിയുല്ലാഹി ഹാഫിള് അലി ഹസൻ മൊല്ല റളിയല്ലാഹു അൻഹു. നിരവധി കറാമത്തുകൾ കാണിച്ച മഹാനാണ്. പുത്തനങ്ങാടി പള്ളിയിലെ ഒരുപാട് കാലത്ത് മുഅദ്ദിനായിരുന്നു മഹാനുഭാവൻ. ഈ നാട്ടിലെ മൊല്ലമാര കുടുംബത്തിലെ വലിയ ആബിദും ഹാഫിളുമായിരുന്നു ബഹുമാനപ്പെട്ടവർ. പുത്തനങ്ങാടി പള്ളിയിലെ പല ഖബറുകളും ഒന്നിലധികം തവണ മറവ് ചെയ്ത ഖബറുകളാണ്. അതുപോലെ ഒരിക്കൽ ബഹുമാനപ്പെട്ടവരുടെ ഖബർ മറ്റൊരാൾക്ക് വേണ്ടി മറവ് ചെയ്യാൻ വേണ്ടി കുഴിച്ച സമയത്ത് അതിൽ നിന്ന് ഖുർആൻ ഓത്ത് കേൾക്കുകയും ഇവിടെ കിടക്കാനും ഒരു സ്വൈര്യം തരില്ല എന്ന് ആ ഖബറിനുള്ളിൽ നിന്ന് കേൾക്കുകയും പേടിച്ച് വിറച്ച തൊഴിലാളികൾ ഖബർ പൂർവ്വസ്ഥിതിയിൽ മൂടുകയും പിന്നീട് വലിയ ബഹുമാനത്തോടെയും ആദരവോടെയും ആ ഖബറിനെ കാണുകയും ചെയ്തു. അതുപോലെ തന്നെ പുത്തനങ്ങാടി പള്ളിക്ക് ചാരെ കാണുന്ന ഈ ഒരു കെട്ടിടം ഇത് പഴയകാല ഓത്തുപള്ളിയായിരുന്നു. ഇങ്ങനെ നിരവധി മഹാന്മാരും ചരിത്രങ്ങളും അന്തിയുറങ്ങുന്ന മണ്ണാണ് പുത്തനങ്ങാടി. പഴയ കാലഘട്ടത്തിൽ 50ഉം 60ഉം കിലോമീറ്റർ ദൂരെ നിന്നുള്ള മയ്യത്തുകൾ പോലും കൊണ്ടുവന്ന് മറമാടിയിരുന്നത് ഈ ഖബർസ്ഥാനിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പൂർവികരായ മഹാന്മാരാണ് ഈ ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്നത്. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.